ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൻറ്റൺ ചെക്കോവിൻ്റെ ദ ബെയർ എന്ന് പറയുന്നൊരു ഷോർട്ട് വൺ ആക്ട് പ്ലേ ആണ്. The Baya is a short one-act farcical comedy written by the famous Russian writer Anton Checkhov in 1888. 1888 റഷ്യൻ റൈറ്ററായിട്ടുള്ള ആൻറ്റോൺ ചെക്കോവ് ഈ ഒരു പ്ലേ എഴുതുന്നത്. It is one of the best known comic plays. The story happens in a small countryside house in Russia and has only three characters: Mrs. Elena Ivanova Popova, a young widow; Grigory Stepanovich Smirnov, a rude landowner; and Luka, Popova's old servant. അപ്പോൾ ഈ ഒരു പ്ലേയിൽ ഒരു കോമിക് പ്ലേ ആണ് കേട്ടോ. ഇതിൽ പ്രധാനമായിട്ട് 3 ക്യാരക്ടേഴ്സാണുള്ളത്. ഒന്നാമത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് പൊപ്പോവ, എലേന ഇവനോവന പൊപ്പോവ, ദെൻ ഗ്രിഗറി സ്റ്റെപ്പനോവിച്ച് സ്മിർനോവ് ആൻഡ് ലൂക്ക. പിന്നീട് ഇതിന് പുറമെ സെർവൻസുകളൊക്കെ ചെറിയ റോൾസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവരാണ്, ഈ 3 ആളുകളാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. Then Chekhov shows how quickly human emotions can change from grief to anger and from anger to love in a very funny and surprising way. ചെക്കോവ് ഈ ഒരു പ്ലേയിലൂടെ കാണിക്കുന്നത് എങ്ങനെയാണ് എത്രയും പെട്ടെന്നാണ് മനുഷ്യൻ്റെ ഇമോഷൻസ് മാറുന്നത്. അപ്പോൾ വളരെ സങ്കടത്തിൽ നിൽക്കുന്ന പപ്പോവ പിന്നീട് വളരെ ദേഷ്യത്തിലേക്ക് മാറുന്നു. ആ ദേഷ്യത്തിൽ നിന്നും സ്നേഹത്തിലേക്ക് മാറുന്നു. ആദ്യം ഗ്രീഫ് ടു ആങ്കർ ആൻഡ് ഫ്രം ആങ്കർ ടു ലവ് ഇൻ എ വെരി ഫണ്ണി ആൻഡ് സർപ്രൈസിങ് വേ. അങ്ങനെയാണ് ഇതിൽ വളരെ സർപ്രൈസിങ് രീതിയിലാണ് അദ്ദേഹം ഈ ഒരു ഇമോഷൻസിൻ്റെ ചേഞ്ചസ് ഇതിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. ദെൻ ഈ ഒരു പ്ലേയുടെ ബിഗിനിങ് നോക്കുകയാണെങ്കിൽ, ദ പ്ലേ ഓപ്പൺസ് ഇൻസൈഡ് ദ ഹൗസ് ഓഫ് മിസ്സിസ് പൊപ്പോവ ഹു ഈസ് മോർണിംഗ് ഫോർ ഹെർ ഡെഡ് ഹസ്ബൻഡ്. She has locked herself inside her home and refuses to meet anyone. She wears black clothes and says she will remain faithful to her husband till her death. അപ്പോൾ ഈ പ്ലേ തുടങ്ങുമ്പോൾ നമ്മുടെ ക്യാരക്ടറായിട്ടുള്ള മിസ്സിസ് പൊപ്പോവ എന്തെയാണ്, അവളുടെ വീടിൻ്റെ ഉള്ളിൽ വളരെ സങ്കടത്തോടെ നിൽക്കുകയാണ്. കാരണം എന്താണ്, അവളുടെ ഹസ്ബൻഡ് മരിച്ചു പോയിട്ടുണ്ട്. ഈ മാസങ്ങൾക്ക് മുന്നേ ഹസ്ബൻഡ് മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അവൾ അത് മാത്രമല്ല, കരഞ്ഞിരിക്കുക മാത്രമല്ല, ബ്ലാക്ക് ക്ലോത്ത്സാണ് ധരിച്ചിരിക്കുന്നത്. അതായത് ഹസ്ബൻഡിനോടുള്ള വിശ്വാസം, മരിച്ചു പോയിട്ടും ഹസ്ബൻഡിനോടുള്ള വിശ്വാസം കീപ്പ് ചെയ്തിട്ട് അവർ അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. ആൻഡ് ഹെർ സെർവൻറ്റ് ലൂക്ക ഫീൽ സോറി ഫോർ ഹെർ. ഹി ടെൽസ് ഹെർ ദാറ്റ് ദർ ഈസ് നോ യൂസ് crying forever. He reminds her that she is still young and beautiful and that her husband had not been a good man. Luca says she should stop mourning and start living again. അപ്പോൾ എന്താണ് ലൂക്ക പറയുന്നുണ്ട്, പ്ലേയുടെ ബിഗിനിങ്ങിൽ തന്നെ ലൂക്ക നമ്മുടെ പപ്പോവയോട് പറയുന്നുണ്ട്, ഇങ്ങനെ ഇത്രയും കരയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്താണ്, ലൂക്ക പപ്പോവയുടെ ഹസ്ബൻഡ് അത്ര വലിയ നല്ല ആളൊന്നും ആയിരുന്നില്ല. ഒരു നല്ല മനുഷ്യനാണ് ഇങ്ങനെ കരയുന്നതെങ്കിലും ഒക്കെ, പക്ഷെ ആളത്ര വലിയ നല്ല വെടിപ്പുള്ള മനുഷ്യനൊന്നും ആയിരുന്നില്ല. എന്തിനാണ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, നല്ല ഭംഗിയുള്ള സ്ത്രീയാണ് നിങ്ങൾ പുറത്തൊക്കെ പോകണം, ജീവിതം എൻജോയ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ലൂക്ക ഇവരോട് ഇങ്ങനെ പറയുന്നുണ്ട്, ഈ നമ്മുടെ പപ്പോവയോട്. എന്നാൽ പപ്പോവയ്ക്ക് എന്തില്ല, അതിലൊന്നും ആഗ്രഹമില്ല. തൻ്റെ മരിച്ചുപോയ ഹസ്ബൻഡിനോടുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് അവർ വീടിൻ്റെ ഉള്ളിൽ ഇരുന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. But Popova refuses. She says she will never forget her husband and will never love anyone else. Luca can only sigh and walk away sadly. പക്ഷെ പപ്പോ എന്താ പറയുന്നത്, ഒരിക്കലും തൻ്റെ ഹസ്ബൻഡിനെ എനിക്ക് മറക്കാൻ പറ്റുകയില്ല. ഇനി ജീവിതത്തിൽ അങ്ങോട്ട് ഇനി മറ്റൊരു മനുഷ്യനെയും തനിക്ക് സ്നേഹിക്കാനോ അങ്ങനെ ചിന്തിക്കാൻ തന്നെ പറ്റില്ല എന്ന് പറയുകയാണ്. അത് കേട്ടിട്ട് ലൂക്ക വളരെ നിരാശനായിട്ട് അടന്ന് പോകുന്നുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ ക്യാരക്ടറായിട്ടുള്ള സ്മിർനോവ് അങ്ങോട്ട് വരുന്നത്. At this moment, a new person enters the house, Grigory Stepanovich Smirnov, a rough, rude and quick-tempered landowner. He has come to ask for the money that Popova's late husband owed him 1200 rubles. ആ ഒരു സമയത്താണ് വളരെ റൂഡായിട്ടുള്ള, വളരെ ഹാർഷ് ക്യാരക്ടറായിട്ടുള്ള ഗ്രിഗറി സ്റ്റെപ്പനോവിച്ച് സ്മിർനോവ് എന്ന് പറയുന്ന വ്യക്തി, ഒരു ലാൻഡ് ഓണർ, അവരുടെ വീട്ടിലേക്ക്, പപ്പോവയുടെ വീട്ടിലേക്ക് കടന്നു വരുന്നു. എന്തുകൊണ്ടാണ് ഈ ഒരു പ്ലേക്ക് ബെയർ എന്ന ക്യാരക്ടർ ഇടാൻ തന്നെ കാരണം വെച്ചാൽ, ഇയാളുടെ ഈ ഒരു വളരെ റഫായിട്ടുള്ള സ്വഭാവം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അയാൾ അങ്ങോട്ട് കടന്നു വരുന്നത്, ഇയാളുടെ വശത്തിൽ നിന്നും പക്കലിൽ നിന്നും നമ്മുടെ പപ്പോവയുടെ മരിച്ചുപോയ ഹസ്ബൻഡ് 1200 റൂബിൾസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവരുടെ ഹോഴ്സിന് ഓട്സ് വാങ്ങാൻ വേണ്ടിയിട്ട് കടമായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തിരിച്ചു വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു ആൾ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്, ഈ സ്മിർനോവ് എന്ന് പറയുന്ന വ്യക്തി അങ്ങോട്ടേക്ക് വരുന്നത്. Popova politely says that she does not have money with her now and she will pay after her steward returns. But Smirnov refuses to wait. He is angry because he has to repay his own debt zone.
പക്ഷെ പൊപ്പോവ എന്താ പറയുന്നത്, പൊളൈറ്റായിട്ട് വളരെ കാമായിട്ട് പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസയൊന്നുമില്ല, എൻ്റെ സ്റ്റുവാർഡ് വന്നിട്ട് ഞാൻ നിങ്ങൾക്കത് തിരിച്ചു തരാം, എൻ്റെ മാനേജർ വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരാം, ഇപ്പം എൻ്റെ കയ്യിൽ പൈസ ഇല്ലെന്ന് ഇയാളോട് പറയുന്നുണ്ട്. പക്ഷേ സ്മൃണോ എന്താ ചെയ്യുന്നത്, ഇല്ല, ഇയാൾക്ക് ഇപ്പം തന്നെ എന്ത് ചെയ്യണം, ആ പൈസ തിരിച്ചു കിട്ടണമെന്ന് അയാൾ ശാഠ്യം പിടിക്കുകയാണ്. He rudely sit down and says he will not leave the house until he gets his money. അയാൾ വളരെ റൂഡായിട്ട് അദ്ദേഹം പെരുമാറാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, വീടിൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണ്. എൻ്റെ പൈസ തിരിച്ചു കിട്ടാതെ ഞാൻ ഒരു കാരണവശാലും ഞാൻ വീട്ടിൽ നിന്ന് പോകില്ലെന്ന് പറഞ്ഞ് അവർ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള വാക്ക് തർക്കം അവിടെ ഉണ്ടാകുന്നുണ്ട്. Then Popova becomes very angry at Smirnov's behavior. She tells him that he has no manners and that he is behaving rudely with a lady. Smirnov replies angrily that he has been cheated by too many people and that all women are dishonest and unfaithful. അപ്പോൾ എന്താണ് പൊപ്പോ പറയുന്നുണ്ട്, എന്തൊരു മനുഷ്യനാണ് ഇയാളെന്ന്, വളരെ മോശമായിട്ടാണ് ഒരു പെണ്ണിനോട് ഇത്രയും വളരെ മോശമായിട്ട് ഇയാൾ പെരുമാറുന്നതെന്ന് പറയുന്നത്. അപ്പോൾ എന്താ സ്മിർനോ പറയുന്നത്, ഒരൊറ്റ പെണ്ണിനെയും വിശ്വസിക്കാൻ പറ്റില്ല, എല്ലാ പെണ്ണുങ്ങളും എന്താണ് ഡിസ്ഹോണസ്റ്റും അൺഫെയ്ത്ത്ഫുള്ളും, വിശ്വസിക്കാൻ കൊള്ളാത്ത സത്യസന്ധത ഇല്ലാത്ത ആളുകളാണ് എന്ന് ഈ സ്മിർനോവ് പൊപ്പോവയോട് പറയുന്നുണ്ട്. ദിസ് മേക്സ് പൊപ്പോവ ഫ്യൂരിയസ് ആൻഡ് ഷീ ഡിഫെൻഡ്സ് വിമൻ ആൻഡ് സേസ് ദാറ്റ് മെൻ ആർ ക്രൂവൽ ആൻഡ് ഹേർട്ട്ലെസ്. Both start shouting at each other and the argument becomes very loud and funny. ഇങ്ങനെ പറയുമ്പോൾ എന്താണ്, പൊപ്പോവക്ക് അത് തീരെ പിടിക്കുന്നില്ല. അവർ പറയാണ് എല്ലാ ആണുങ്ങളും വളരെ ക്രൂവലും ഹാർട്ട്ലെസ്, ഹൃദയശൂന്യമായിട്ടുള്ള ആളുകളാണ് ഈ ആണുങ്ങളൊക്കെ എന്ന് പറയുന്നു. അങ്ങനെ അവർ തമ്മിൽ ഭയങ്കരമായി ഷൗട്ട് ചെയ്യുന്നു, അവരുടെ ആർഗ്യുമെൻറ്റ് വളരെ ലൗഡാകുന്നു. അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. ആൻഡ് ലൂക്ക ദ സെർവൻറ്റ് ഗെറ്റ്സ് സ്കയേർഡ് ആൻഡ് ഹൈഡ്സ് തിങ്കിങ് ദാറ്റ് സ്മിർനോ മൈറ്റ് അറ്റാക്ക് പൊപ്പോവ. അപ്പോൾ ലൂക്കക്ക് വളരെ വിശ്വസ്തനായിട്ടുള്ള സെർവൻ്റാണ് ലൂക്കക്ക് പേടിയാവുന്നുണ്ട്. കാരണം ഇവരുടെ ആർഗ്യുമെൻറ്റ് അത്രക്കും വളരെ ഹാർഷായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ലൂക്കക്ക് എന്താണ് പേടി, തൻ്റെ യജമാനത്തിയെ ഇയാൾ അറ്റാക്ക് ചെയ്യുമെന്നുള്ള പേടി വരികയാണ്. ദെൻ അവർ തമ്മിൽ ഇനി ഒരു ചലഞ്ച് വെക്കുകയാണ്. ഇൻ ആങ്കർ സ്മിർനോ സേസ് ദാറ്റ് ഹി വിൽ ഫൈറ്റ് പൊപ്പോവ ഇൻ എ ഡ്വൽ, എ ഫൈറ്റ് വിത്ത് പിസ്റ്റൾസ് ബിക്കോസ് ഷീ ഹാസ് ഇൻസൾട്ടഡ് ഹിം. പൊപ്പോവ അക്സെപ്റ്റ് ദ ചലഞ്ച് ബ്രൈവ്ലി ആൻഡ് ആസ്ക് ലൂക്ക ടു ബ്രിങ് ഹർ ഹസ്ബൻഡ്സ് പിസ്റ്റൾ. അപ്പോൾ എന്താണ്, ഇവർ തമ്മിൽ പിന്നീട് എന്താ ഒരു ഉടമ്പടി വെക്കുകയാണ്, ഒരു ഡ്വൽ വെക്കുകയാണ്. അതായത് ഇനി എന്താണ്, വാക്കുകൾ കൊണ്ടല്ല, ഇനി എന്താണ്, പിസ്റ്റൾ കൊണ്ട്, തോക്കുകൊണ്ടാണ് ഇനി ഇവർ തമ്മിലുള്ള യുദ്ധം എന്ന് പറയുകയാണ്. അങ്ങനെ ഹസ്ബൻഡിൻ്റെ പിസ്റ്റൾ കൊണ്ടുവരാനായിട്ട് ലൂക്കിയോട് പറയുന്നുണ്ട്. ഇപ്പോൾ പോവാം. സ്മിർനോ is shocked by her courage and he expected her to cry or beg, but instead she stands strong and fearless. He begins to admire her bravery and strength. എന്താണ്, സ്മിർനോവ് ഞെട്ടിപ്പോവാണ്. കാരണം ഒരു പെണ്ണിന് ഇത്രയ്ക്കും ധൈര്യമോ? അയാളെന്താ വിചാരിച്ചിരുന്നത്, ഇപ്പോൾ പോവാ അയാളുടെ കാലും കയ്യൊക്കെ പിടിച്ച് സോറിയൊക്കെ പറയുന്നതാണ്. പക്ഷെ അതിന് പകരം അവൾ വളരെ സ്ട്രോങ് ആയിട്ട് പേടിയൊന്നുമില്ലാതെ ഒരു ഫൈറ്റിന് ഒരുങ്ങി നിൽക്കുകയാണ്, തോക്കൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട്. As Popova gets ready for the duel, Smirnov suddenly feels his anger turning into admiration and then into love. പൊപ്പോവ അങ്ങനെ തോക്കൊക്കെ പിടിച്ചിങ്ങനെ യുദ്ധത്തിന് ഒരുങ്ങാൻ നിൽക്കുന്ന സമയത്ത് സ്മിർനോവിന് അവളോടുള്ള ദേഷ്യമൊക്കെ പോയി പതുക്കെ അതെന്ത് ചെയ്യുന്നു, വല്ലാത്തൊരു ഇഷ്ടവും ലവൊക്കെ അവളോട് തോന്നുന്നു. Then Smirnov now feels confused. He looks at Popova and realizes that she's beautiful, bold and passionate. He tells her honestly that he has fallen in love with her. Smirnov എന്താണ് ഭയങ്കര കൺഫ്യൂഷൻ തോന്നുകയാണ്. ഇയാൾക്ക് ദേഷ്യം ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ പെട്ടെന്ന് എന്ത് ചെയ്യാണ്, ഇവളോട് ഭയങ്കരമായിട്ടുള്ള ഇഷ്ടം തോന്നുകയാണ്. ഇപ്പോൾ അയാൾക്ക് തോന്നുകയാണ് ഈ പൊപ്പോവ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, ഭയങ്കര ബോൾഡാണ്, പാഷനേറ്റാണ് പറയാണ്. സ്മിർനോവ് പൊപ്പോയോട് പറയാണ്, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന് പറയാണ്. At first, Popova doesn't believe him. She thinks he is joking. She becomes even more angry. But as she looks at him, she realizes that her feelings are changing too. ആദ്യം തന്നെ പൊപ്പോവക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഇയാൾ പറയുന്നത് തമാശയായിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് കേട്ടപ്പോൾ ഭയങ്കര ദേഷ്യമൊക്കെ തോന്നിയിരുന്നു. പക്ഷേ പിന്നീട് പൊപ്പോവക്ക് മനസ്സിലാവാണ് താനും അയാളെ പതുക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പൊപ്പോവക്ക് മനസ്സിലാവാണ്. ഷീ സഡൻലി റിമെമ്പേഴ്സ് ഹൗ ലോൺലി ഷീ ഹാസ് ബീൻ ആൻഡ് ഹൗ മച്ച് ഷീ മിസ്ഡ് ലവ് ആൻഡ് എക്സൈറ്റ്മെൻറ്റ് ഇൻ ഹെർ ലൈഫ്. അപ്പോൾ അവൾ പെട്ടെന്ന് ഓർക്കുകയാണ് അവൾ എത്രത്തോളം ഏകാന്തമാണ്, ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം എത്രത്തോളം ഏകാന്തമാണ് അവൾക്കെന്താണ് ഈ സ്നേഹമൊക്കെ പറയുന്ന സംഗതി എന്താണ്, കാരണം മരിച്ചുപോയ ഹസ്ബൻഡ് എന്തല്ല അത്രത്തോളം നല്ലൊരു മനുഷ്യനൊന്നും ആയിരുന്നില്ല. So finally Popova admits that she too has fallen in love with Smirnov. They both forgot about the duel and embrace each other. And അവസാനം അവർ മനസ്സിലാവാണ് എന്താണ്, അവളും
ഇയാളെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്. അങ്ങനെ അവർ തമ്മിൽ എംബ്രൈസ് ഈച്ച് അതർ, അവർ തമ്മിൽ പരസ്പരം കിസ് ചെയ്തിട്ടാണ് ഈ പ്ലേ അവസാനിക്കുന്നത്. ജസ്റ്റ് വെൻ ദേ ആർ അബൌട്ട് ടു കിസ്, ലൂക്ക enters and is shocked to see them together. He cannot believe that the two people who were fighting like enemies a few minutes ago are now in love. അവരിങ്ങനെ കിസ് ചെയ്യുന്ന ആ മൊമെൻറ്റിലാണ് ലൂക്ക അങ്ങോട്ട് കടന്നു വരുന്നത്. അപ്പോൾ എന്തെയില്ല, ആ ആളിനെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്താണ്, ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന രണ്ടാളാണ് ഇപ്പോൾ എല്ലാം മറന്ന് കിസ് ചെയ്യുന്നത് ആയിട്ട് അയാൾ കാണുന്നത്. ദ പ്ലേ എൻഡ്സ് ഹാപ്പിലി ആൻഡ് ഹ്യൂമറസ്ലി ഷോയിങ് ഹൗ ക്വിക്ലി ഹ്യൂമൻ ഇമോഷൻസ് ക്യാൻ ചേഞ്ച്. അങ്ങനെ ഈ പ്ലേ എന്താണ്, വളരെ ഹാപ്പി ആയിട്ടും അതുപോലെ തന്നെ കണ്ടിരിക്കുന്ന ആളുകൾക്ക് വളരെ ഹ്യൂമറസ് ആയിട്ടുമാണ് ഈ പ്ലേ അവസാനിക്കുന്നത്. എത്ര പെട്ടെന്നാണ് മനുഷ്യൻ്റെ ഇമോഷൻസും ഫീലിങ്സൊക്കെ ചേഞ്ച് ആവുന്നത് എന്നാണ് ഇതിൽ കാണിക്കുന്നത്. ഇതിലെ ക്യാരക്ടേഴ്സാണ് എലേന, ഇവനൗന, പപ്പുവ. A young widow who is emotional, proud and faithful to her late husband. At first she locks herself away in grief, but later shows great courage and energy. Her transformation from mourning to love makes her a lively and realistic character. And then Grigory Stepanovich Smirnov, a rude and hot-tempered landowner, often called the Bear because of his rough manners. And though he seems harsh, he is honest and passionate. His change from anger to love shows his human side. Then Luka, Popova's old and faithful servant, he represents common sense and kindness. He tries to comfort Popova and fears that fight between her and Smirnov. ഓക്കെ, ഇനി എന്താണ് ഈ ഒരു ദ ബെയർ എന്നുള്ള ഒരു ടൈറ്റിൽ കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് നോക്കാം. ദ ടൈറ്റിൽ റിഫേഴ്സ് ടു Smirnov's rough and uncivilized behavior. He behaves wildly, angrily and without respect like a bear. However, by the end the title becomes ironic because this bear turns out to have a soft and loving heart. ഈ ഒരു ടൈറ്റിൽ ദ ബെയർ എന്ന് ഇവിടെ കാണിക്കുന്നത് ഈ ഒരു സ്മിർനോവിൻ്റെ അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള ബിഹേവിയർ കൊണ്ട് മാത്രമാണ്. അയാൾ ഭയങ്കര ആങ്കറിൽ വളരെ ദേഷ്യത്തോടു കൂടിയാണ്, അങ്ങനെ റെസ്പെക്റ്റ് ഒന്നും ഇല്ലാതെയാണ് അയാളെന്ത് സംസാരിക്കുന്നത്, ഒരു കരടിയെപ്പോലെയാണ് സംസാരിക്കുന്നത്. പക്ഷേ അവസാനം എന്താണ്, അയാളുടെ സ്വഭാവത്തിലുള്ള ഒരു മാറ്റല്ലേ, അയോണിക്കായിട്ട് മാറുകയാണ്. അത് ബെയർ എന്നുള്ള ഒരു ടേമിന് അയോണിക്കായിട്ട് മാറുകയാണ്. കാരണം ആൾ ഭയങ്കര സോഫ്റ്റ് ആവുന്നു, അയാൾക്ക് ഭയങ്കര ഇഷ്ടമാവുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ പോയെ ഭയങ്കര ഇഷ്ടമാവുകയും ചെയ്യുന്നുണ്ട്. സോ അതാണ് ഈ ഒരു പ്ലേ.